ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 26. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1839 ചൈനയും ബ്രിട്ടനും നടന്ന കറുപ്പ് യുദ്ധം. ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? 1987. 2024 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ പ്രമേയം? ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. 2023 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രമേയം എന്താണ്? ആളുകൾ ആദ്യം കളങ്കവും വിവേചനവും നിർത്തുക, പ്രതിരോധം ശക്തിപ്പെടുത്തുക. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതുപ്രതീകം എന്താണ്? പുതിയ പൂക്കളുള്ള ആഷ്ട്രേകൾ. ലഹരി വർജനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി? വിമുക്തി പദ്ധതി. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ചൈന. രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആരാണ്? മഹിപാൽ യാദവ് IPS. കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ MP രാജേഷ്. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 47. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ്? ചണ്ഡീഗഡ്. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും എന്നത്? NCC നാഷണൽ കേഡറ്റ് കോർ. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? 100 വാര. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗിരിഫേമ, നാഗാലാൻഡ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ, ഇടുക്കി. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതാണ്? കോട്ടയം. വൈപ്പിൻ മദ്യദുരന്തം നടന്നത് ഏത് വർഷമാണ്? 1982. കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി. ഇതിൻ്റെ സംസ്ഥാന ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O. സജിത. കറുപ്പ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ്? പോപ്പി ചെടി. പോപ്പി ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാപ്പാവർ സോംനിഫറം. ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ്? വിസ്കി.
ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത്? അറേബ്യ. ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്താണ്? വെള്ള. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? കഫീൻ. മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ്? ബ്രാൻഡി. നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? തേയിൻ. നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റേതാണ്? NSS. മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? മെഥനോൾ, മീഥൈൽ ആൽക്കഹോൾ. കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? അയ്യപ്പനും കോശിയും. പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ്? ഏത് വർഷം? ഭൂട്ടാൻ 2004. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യദുരന്തം ഏതാണ്? 1982 നടന്ന വൈപ്പിൻ മദ്യദുരന്തം. ആൽക്കഹോൾ എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത്? അൽകുഹുൽ. പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീബുദ്ധൻ. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ബ്രൗൺ ഷുഗർ. ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1985. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും. ആരുടെ വാക്കുകളാണിത്? വില്യം ഷേക്സ്പിയർ. പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ്? ലോകാരോഗ്യ സംഘടന. ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി ഭാഷ. കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞത് ഏത് വർഷമാണ്? 1967. ഡ്രഗ്സിനോടുള്ള ഭയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫാർമാക്കോഫോബിയ. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗീസ്. മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? കറുപ്പ്. പുകയിലയുടെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്ക. ഗഞ്ച സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന് ഏതാണ്? കഞ്ചാവ്. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്നാണ്? 1996 ഏപ്രിൽ 1. കഞ്ചാവ് ചെടിയിൽ നിന്ന് ലഭിക്കുന്ന കറ ഏതാണ്? മാരിജുവാന. തേയിലയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യ. അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളിന്. കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏതാണ്? പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ലോകം മദ്യവർജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 3. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം.
മാരാമൺ സുവിശേഷ സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ പരിപാടിയായ മുറുക്കാൻപൊതി വിപ്ലവം ആരംഭിച്ചത് ഏത് വർഷം? 1920. മൃതശരീരം കേടാകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെയാണ് പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഏതാണ് ആ വസ്തു? ഫോർമാൽഡിഹൈഡ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. പുകയിലയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ്? ജീൻ നിക്കോട്ട്. കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചത് ഏത് വർഷമാണ്? 1999. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന കർമ്മ പദ്ധതി ഉണർവ്. മയക്കുമരുന്നുകളുടെ കൂട്ടത്തിലെ ഭീകരനായി അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് LSD. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന ഒരു രോഗം ലിവർ സിറോസിസ്. വിമുക്തി മിഷൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2016 ജൂൺ. പുകയില റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജമുന്ദ്രി. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.